എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ റെസിപ്പി ചിക്കൻ മുഗളായി. അപ്പോൾ എങ്ങനെയാണ് ചിക്കൻ മുഗളായി തയ്യാറാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായി എല്ലാവർക്കും സ്പൈസ് അപ്പ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ചിക്കൻ മുഗളായി തയ്യാറാക്കാനായി ഞാൻ ആദ്യം ചിക്കൻ എടുത്തിട്ടുണ്ട്. ഒരു 1/2 കിലോ എല്ലില്ലാത്ത ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്യണം. അതിനായി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചതും, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും, 1 കപ്പ് അളവിൽ പുളിയില്ലാത്ത തൈരും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് സവാള ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ഞാനിവിടെ ഒരു വലിയ സവാളയാണ് എടുത്തിരിക്കുന്നത്. വലിയ സവാള ഇല്ലെങ്കിൽ 2 ചെറിയ സവാള എടുത്താലും മതി. അങ്ങനെ നമ്മൾ സവാള നല്ല കുനുകുനായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഞാൻ സ്റ്റൗവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഓയിൽ നന്നായിട്ട് ചൂടായ ശേഷം നമ്മൾ അരിഞ്ഞെടുത്ത സവാള ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. ഇതിനി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. സവാള നല്ല ചെറുതാക്കി അരിഞ്ഞതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് വഴന്നു കിട്ടും. അങ്ങനെ നമ്മളുടെ സവാള നന്നായിട്ട് വഴന്നു വരുന്ന സമയത്ത് നമ്മൾ മാരിനേറ്റ് ചെയ്ത് 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ച നമ്മുടെ ചിക്കൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കണം. നമ്മൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ഓയിൽ ഇതിന്റെ മേലേക്ക് തെളിഞ്ഞു വരുന്നത് കാണാൻ പറ്റും. അപ്പൊ നമ്മൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുക്കായി വരുന്ന സമയത്തിനുള്ളിൽ നമുക്ക് ടൊമാറ്റോ പ്യൂരി ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ ടൊമാറ്റോ പ്യൂരി തയ്യാറാക്കാനായി ഞാൻ 2 ചെറിയ തക്കാളി കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് വെള്ളം ചേർക്കാതെ നമുക്കൊന്ന് അടിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ തയ്യാറാക്കിയ ടൊമാറ്റോ പ്യൂരി നമ്മളുടെ ഈ ഗ്രേവിയിലേക്ക് ആഡ് ചെയ്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ തക്കാളി എടുക്കുന്ന സമയത്ത് ഒന്നുകിൽ പുളിയില്ലാത്ത തക്കാളി നോക്കി എടുക്കാൻ ശ്രമിക്കുക. അഥവാ പുളിയുള്ള തക്കാളി ആണെങ്കിൽ ടൊമാറ്റോ പ്യൂരി കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് കാഷ്യൂ പേസ്റ്റ് ആണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ കാഷ്യൂ പേസ്റ്റ് കുറച്ച് വെള്ളം ചേർത്ത് ഞാനൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. വെള്ളത്തിന് പകരം നിങ്ങൾക്ക് പാലും യൂസ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മൾ അടിച്ചെടുത്ത കാഷ്യൂ പേസ്റ്റും കൂടെ ഈ ഒരു ഗ്രേവിയുടെ മേലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഗ്രേവി നല്ല ക്രീമി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കാഷ്യൂ ചേർത്ത് കൊടുത്തത്. ഇതും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിലെ ഓയിലൊക്കെ സെപ്പറേറ്റ് ആയിട്ട് തെളിഞ്ഞു നിൽക്കുന്നത് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. അപ്പോൾ നമ്മളുടെ ചിക്കൻ എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നല്ല തിക്ക് ആൻഡ് ക്രീമി ആയിട്ടുള്ള ഗ്രേവിയും തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിന്റെ മേലേക്കായിട്ട് കുറച്ച് ഗരം മസാലയും ഫ്ലേവറിന് വേണ്ടി കുറച്ച് കസൂരി മേത്തിയും കൂടി ഇട്ട് കൊടുത്ത് ഒന്നുകൂടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ അവസാനം നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ മാത്രം കുറച്ച് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മളുടെ രുചികരമായിട്ടുള്ള ചിക്കൻ മുഗളായി തയ്യാറായിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ക്രീമി ആയിട്ടുള്ള ഒരു ഡിഷാണിത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് സൈഡിലുള്ള ബെൽ ബട്ടണിലെ ഓളും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. എന്നാലേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ. അപ്പം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.